പത്രം അങ്ങനെ അതിരാവിലെ നമ്മുടെ വീടുകളുടെ മുന്നിലോട്ട് വലിച്ചെറിയുന്ന ഈ പത്രം എത്ര വീടുകളാണ് ഒരു ദിവസം അകത്തോട്ട് എടുക്കാറുള്ളത്, വായിച്ചു നോക്കാറുള്ളത്? നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഒരു പെർസെൻറ്റേജ് വേസ്റ്റേജ് ഉണ്ടല്ലേ? എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും. ഒരു പത്രം നമ്മളതിൽ പരസ്യം കൊടുക്കുകയും പ്രിൻ്റ് ചെയ്യുകയും എന്നാൽ അത് വായനക്കാരെടുത്തു നോക്കുകയും ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതൊരു വേസ്റ്റേജ് തന്നെയല്ലേ? നമ്മളൊരു സോഷ്യൽ മീഡിയ ആഡ്സ് റൺ ചെയ്യുകയും ആഡ് ബ്ലോക്കറുള്ള ഒരാളുടെ മുന്നിലോട്ട് ആ പരസ്യം എത്താതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതും വേസ്റ്റേജ് തന്നെയല്ലേ? നല്ല തിക്ക് താടിയുള്ള ഒരാളുടെ മുന്നിലോട്ട് ബിയേർഡ് ഓയിലിൻ്റെ ഒരു പരസ്യം പോവുകയാണെങ്കിൽ പുവർ ടാർഗറ്റിങ്ങിലൂടെ അതും ഒരു വേസ്റ്റേജ് അല്ലേ? ഒട്ടും മുടിയില്ലാത്ത ഒരാളുടെ മുന്നിലോട്ട് തന്നെയല്ലേ ഹെയർ ഫിക്സിങ്ങിന് അഡ്വർടൈസ്മെൻറ്റ് പോവേണ്ടത്? അപ്പോൾ സ്വാഭാവികമായിട്ടും അഡ്വർടൈസിങ്ങിലെ വേസ്റ്റേജുകളെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളൊരു പണം മുടക്കുകയും എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ പോവുകയും ചെയ്യുന്നതിൻ്റെ സാധ്യത അല്ലെങ്കിൽ വേസ്റ്റേജിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡിജിറ്റലിലെ പല അഡ്വർടൈസിങ് പ്ലാറ്റ്ഫോമുകളും ഈ വേസ്റ്റേജിനെ മിനിമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്തുദ്ദേശത്തിലാണോ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് അത് നടന്നു കിട്ടുക എന്നുള്ളതാണ്. സിമിലർ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സിലെ വേസ്റ്റേജുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ.